ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലീല സ്റ്റോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊരു വീഡിയോയുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും കമൻസും ഒക്കെ ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനും എല്ലാത്തിനും വളരെയധികം നന്ദിയും സ്നേഹവും ഉണ്ട് നിങ്ങളോട്. പിന്നെ ഇന്ന് ഞാനൊരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വീണ്ടും വീണ്ടും ചതിക്കപ്പെടുന്നവരെ, അവരെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചതിക്കപ്പെടുന്നത് എന്നതിനെപ്പറ്റി, അപ്പോൾ അവർ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. നോക്കൂ ഫ്രണ്ട്സ്, ഈ എപ്പോഴും ചതിക്കപ്പെടുന്നത് ഈ അമിത വിശ്വാസം നമ്മൾ ആർക്ക് കൊടുക്കുന്നു അവരാണ് നമ്മളെ ചതിക്കുന്നത്. അമിത വിശ്വാസം നമ്മൾ ആരിലൊക്കെ സമർപ്പിച്ചോ അവർക്കാണ് നമ്മളെ എളുപ്പം ചതിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളൊക്കെ ഇനിയൊന്ന് ആലോചിച്ച് നോക്കി ഒരു തീരുമാനത്തിലെത്താൻ നമ്മൾ ശ്രമിക്കണ്ടേ, കഴിയണം. വീണ്ടും വീണ്ടും ചതിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. വീണ്ടും നമ്മളെ എപ്പോഴും നമ്മളെ ചതിക്കുന്നവരെ എപ്പോഴും കൂടെ നിന്ന് നമ്മളോട് നല്ലതായിട്ട് നിന്ന് നമ്മളെ നന്നായിട്ട് നമ്മളെ പറ്റിക്കുന്നവരെന്ന് പറയാം, നൈസായിട്ട് പറ്റിക്കുന്നവരെന്ന് പറയാം. നൈസായിട്ട് ഒരു സംശയത്തിനും ഒരു കാര്യത്തിനും ഒന്നിനും ഇടവെട്ടാതെ വലിയ വിശ്വസ്തയോടെ നിന്ന് നമ്മളെ പറ്റിക്കുന്നവരുണ്ടായി. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തരുന്നത്. അല്ലാതുള്ളത് നമുക്ക് അത്രയും വേദന വരത്തില്ല. നമ്മൾ ഒരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചതിയും വഞ്ചനയും കിട്ടുമ്പോഴാണ് നമുക്ക് അത് വേദന ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയാണ്. അപ്പം നമ്മളെ അവഗണിക്കുന്നവരെ നമ്മുടെ നന്മയും നമ്മളിലുള്ള നന്മയും കാര്യങ്ങളും സർവ്വതും അവർക്ക് വേണ്ടുന്നതെല്ലാം അവർ പിടിച്ച് എടുത്തിട്ട് സ്നേഹം അഭിനയിച്ചുകൊണ്ട് എടുത്തിട്ട് നേടിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നമ്മളെ അറിയത്തില്ല, നമ്മളെ അവഗണിക്കുക. മനുഷ്യനെ അവഗണിക്കുന്ന ഒരു രീതിയാണ് എവിടെയായാലും അങ്ങനെയാണ് കാണുന്നത്. വീടുകളിലായാലും ബന്ധുക്കളിലായാലും എല്ലാവരിലും അങ്ങനെയാണ് കാണുന്നത്. എന്തൊക്കെ അവരിൽ നിന്നും ചേർന്ന് നിന്ന് എന്തൊക്കെ ഊറ്റിയെടുക്കാൻ അതെല്ലാം ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ അറിയത്തുമില്ല, അവരെ അവഗണന ചെയ്യുക, അവരെ ഇഗ്നോർ ചെയ്യുക, അല്ലെ അവഗണിക്കുക. അപ്പം എന്താണ് ഈ അവഗണിക്കുന്നവരെ പിന്നെയും നമ്മൾ അവരുടെ അവഗണന ഏറ്റുകൊണ്ടിരിക്കണോ? വേണ്ടല്ലോ. അവരുടെ അവഗണന ഏറ്റുകൊണ്ട് നമുക്ക് ഇരിക്കേണ്ടുന്ന കാര്യമില്ല. ഈ അവഗണിക്കുന്നവരെ ഉണ്ടല്ലോ, നമ്മളൊന്ന് അവഗണിക്കാൻ ശ്രമിച്ചേ. നമ്മളെ അവഗണിക്കുന്നവരെ നമ്മളൊന്ന് അവഗണിക്കാൻ തുടങ്ങിക്കേ, നമ്മുടെ മനസ്സിൻ്റെ എന്തേരം ഭാരം കുറഞ്ഞു കിട്ടുമെന്നറിയാമോ? നമുക്ക് ഭാരം കുറഞ്ഞു കിട്ടുമെന്നറിയാമോ? നമുക്ക് നല്ലൊരു സന്തോഷം നമുക്കുണ്ടാവും. കാരണം നമ്മൾ പരമാവധി ചേർത്ത് നിർത്താൻ നോക്കിയിട്ടും വിട്ടുപോകുന്ന ചില ബന്ധങ്ങളുണ്ട്, ചില അവഗണനകളുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അവഗണനകളെ പിന്നീട് ഈ ആൾക്കാർ ഈ സഹിച്ച് പോട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും തൊട്ട് അവരുടെ ഇത് മാറിക്കിട്ടും എന്ന് വിചാരിച്ച് അവരെ പിന്നെയും സഹിക്കുന്നവരെ ലാസ്റ്റിൽ അവർ പിന്നെയും ഇവർ കുഴപ്പമില്ല, ഇവരിങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ, ഇവരെ പറ്റിക്കുന്നെന്ന് ഇവർക്ക് അറിയത്തില്ല, ഇവരെ അവഗണിക്കുന്നതെന്ന് അത് സാരമില്ലതങ്ങനെ. അങ്ങനെ നിരന്തരം അവഗണന ഏൽക്കുന്ന വ്യക്തികൾ ലാസ്റ്റിൽ അവരും അങ്ങ് അവഗണിക്കാൻ തുടങ്ങും. ഈ അവഗണിച്ച വ്യക്തികളെ അതിലിരട്ടി അവർ അവഗണിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ കിട്ടുന്ന ഒരു സന്തോഷവും ഉണ്ടല്ലോ, അത് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല മനുഷ്യന്. അപ്പം ഇന്ന് എല്ലായിടത്തും അവഗണനയാണ് നടക്കുന്നത്. ആരുടെ മക്കളെ അപ്പനും അമ്മയെ അവഗണിക്കുന്നു, ഭർത്താവ് ഭാര്യയെ അവഗണിക്കുന്നു, ഭാര്യ ഭർത്താവിനെ അവഗണിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ മൂല കാരണം ആരിൽ നിന്ന് ഉത്ഭവമായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഏതൊരു മാറ്റർ എടുത്താലും എന്തൊരു കാര്യം എടുത്താലും ആദ്യം എവിടെ നിന്നാണ് അവഗണന ഉണ്ടാകുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് അവഗണന ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് മറ്റുള്ളവർ സഹിച്ച് പിന്നെയും മറ്റുള്ളവർ അവഗണിക്കാൻ തുടങ്ങുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കും ജീവിതത്തിലൊന്ന് സന്തോഷിക്കണ്ടേ? എന്നും പറ്റിപ്പും ചതിയും വഞ്ചനയും പറ്റി അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ, അയ്യോ അവരിന്ന് ഓർത്ത് നമ്മൾ അങ്ങ് സഹിച്ച് അതിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം ഒട്ടുകേ ഇല്ല. അവഗണിക്കുന്നവരെ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ ഒന്ന് അവഗണിക്കാൻ തുടങ്ങിയേ നമുക്ക് വലിയ സന്തോഷം കിട്ടും. അതിന് യാതൊരു സംശയമില്ല.
അതുകൊണ്ടല്ലേ മഹാന്മാർ പറയുന്നത്, അവഗണിക്കുന്നവരെ നിങ്ങളും അവഗണിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷം, നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയും. ഈ അവഗണിക്കുന്നവരെ നമ്മളും അവഗണിക്കുന്നവരും നമ്മുടെ മനസ്സിൻ്റെ ഒത്തിരിയേറെ ഭാരം കുറയും. അല്ലാതെ അയ്യോ അവരെ നമ്മളെ അവഗണിച്ചല്ലോ, നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ, ചുമ്മാ നമ്മൾ ചിന്തിച്ച് വേറെ വേറെ തുള്ളിയില്ലേ. നമ്മളും ഒന്ന് അവഗണിച്ച് തുടങ്ങിക്കേ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ കുറഞ്ഞു വരും, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അതാണ് ജീവിതത്തിൽ ഇന്ന് ഏറിയ പേരും അവഗണനയെ അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ മക്കളെയൊക്കെയും പഠിപ്പിച്ചു വലുതാക്കി അവരായി അവരുടെ പാടായി, അവരപ്പനെ അറിയത്തില്ല അമ്മയെ അറിയത്തില്ല. ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ ഒരാളിനെ കൊണ്ടുവന്ന് പാലത്തിൻ്റെ കീഴിൽ അപ്പനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് മക്കൾ പോയത് പ്രായമുണ്ടോ? ഇപ്പോൾ ഇന്ന് കണ്ടു ഒരമ്മ, അമ്മയ്ക്കൊരു 90 വയസ്സിൽ കൂടുതലുണ്ട്. മകൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ മതി, മകന് കാണണമെന്നില്ല. അപ്പോഴും ആ അമ്മ ഹൃദയം, ആ അമ്മയ്ക്ക് ആ മകനെ ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹം. മകനില്ല, പക്ഷേ ഈ മകനും ചിന്തിക്കുന്നില്ല അവൻ്റെ അന്ത്യം എന്തോ ആകുമെന്ന്. ഇതിലും ഭയങ്കര ബുര ആയിരിക്കും. അവൻ്റെ അന്ത്യം എന്തുവാണെന്ന് അവൻ വിചാരിക്കുന്നില്ല. നാളെ അവൻ എന്ത് ദൈവം കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളത്, കർമ്മഫലം എന്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് അവനറിയുന്നില്ല, അവനും അറിയുന്നില്ല, അങ്ങനെയുള്ളവരെ അറിയുന്നില്ല. ഇന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ആ മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയപ്പന്മാർക്ക് മകനില്ല, മകൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. മുക്കാലും ഞാൻ പറയുന്നത്, എല്ലാവരെയും അല്ല, മുക്കാലും നമ്മൾ കാണുന്ന അവസ്ഥ. പിന്നെ അവരുടെ രാജ്യം പിന്നെ മരുമകളുടെ മാത്രം സ്വന്തമാണ് ഭർത്താവ്. പിന്നെ ഭർത്താവിനെ പഠിപ്പിച്ചവരെ, കഷ്ടപ്പെട്ടവരെ, മാതാപിതാക്കളെ ആരെയും ഒന്നും വരത്തില്ല. അവരൊക്കെ അവഗണന, അവരാരാ? നമ്മളാണല്ല. ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്, മനസ്സിലായി. പക്ഷേ അവർക്കും വെച്ചിട്ടുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. പിന്നെ ചിലരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് ഫ്രീ കിട്ടുന്ന ചില ജീവിതങ്ങളുണ്ട്. ഒന്നും കഷ്ടപ്പെടാതെ ഒരു സുപ്രഭാതത്തിലെല്ലാം കിട്ടുന്ന ചില മരുമക്കളുണ്ട്. അവരുടെയൊക്കെ എന്തോ ഒരു അഹങ്കാരമാണ്. എവിടെ കഴിഞ്ഞു, എന്നത് കഴിഞ്ഞു, ഏത് രീതിയിലായിരുന്നു, എന്ന സ്ഥിതിയിലായിരുന്നു എന്ന് ഓർക്കാതെ എന്തോ ഒരു അവഗണനയും കാര്യങ്ങളുമൊക്കെയാണ് കാണിക്കുന്നത്. അവരെയൊക്കെ നമുക്കിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ഏതൊരാൾ ഇങ്ങോട്ട്, അതൊരു വ്യക്തി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി, അത് സുഹൃത്തുക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിട്ട് ആരും ആയിക്കോട്ടെ, എങ്ങനെ ഇങ്ങോട്ട് പെരുമാറുന്നു അങ്ങനെ തന്നെ നമ്മളും അങ്ങോട്ടങ്ങ് പെരുമാറിയാൽ മതി. ഇനിയുള്ള കാലം അത് മതി. അല്ലെങ്കിൽ നമ്മുടേതെന്ന് പറഞ്ഞ് ചുമ്മാതെ നമ്മളതിൻ്റെ ഒന്നും പറയാൻ പോകേണ്ടുന്ന കാര്യമില്ല. നമ്മുടേതിനെയൊക്കെ നമ്മൾ വളർത്തി നമ്മളൊക്കെ ഇതാക്കി എടുത്ത് പിന്നെ നമ്മൾ കിടന്ന് ചാണ്ടുന്ന ഒരു കാര്യവുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അവഗണിക്കുന്നവരെ ശരിക്കും ഒന്ന് അവഗണിക്കാൻ തുടങ്ങിയേ. അവഗണിക്കുന്നവരെ നിങ്ങളും അവഗണിക്കാൻ നിന്ന് തുടങ്ങിക്കേ. നിങ്ങൾക്ക് നല്ല മാനസിക സന്തോഷം കിട്ടും. മനസ്സിൻ്റെ ഒത്തിരി ഭാരങ്ങൾ നിങ്ങളെ കുറഞ്ഞു പോകും കൂട്ടുകാരെ. ഉള്ളതാണ് പറയുന്നത്. ഞാൻ അനുഭവം വെച്ചാണ് പറയുന്നത്. അത് ഞാൻ ചുമ്മാതങ്ങ് പറയില്ല, അനുഭവം വെച്ചാണ് പറയുന്നത്. എന്നെ അവഗണിച്ചവരെ ഞാൻ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ അവഗണിച്ചവരെ ഞാനും അവഗണിക്കുന്നു. അപ്പോൾ എനിക്ക് വലിയ മാനസിക സന്തോഷം കിട്ടുന്നുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ഭാരവും കുറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ആയിരിക്കും. അവഗണിക്കുന്നവരുടെ പുറകെ പോയി വീണ്ടും അവഗണന കേൾക്കാൻ പോകരുത്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഈ ജന്മം ദൈവം തന്നിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരവർക്ക് നന്നായിട്ട് ജീവിക്കാനും അവരുടേതായ പരമാധികാരവും എല്ലാ കാര്യങ്ങളുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യനായാലും സ്ത്രീ ആയാലും മക്കളായാലും മരുമക്കൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നേടിയെടുത്തും കഴിഞ്ഞിട്ട് ഇതിനും കറിവേപ്പില പോണക്ക് തള്ളുന്ന ചില ജീവിതങ്ങളുണ്ടല്ലോ, അവരെ പാട്ടിന് വിട്ടേര്, അവഗണിച്ച് വിട്ടേര്. നിങ്ങൾക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങൾ നന്നായിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അവഗണിക്കുന്നവരെ അതിൻ്റെ 100 ഇരട്ടി 50 ഇരട്ടി നിങ്ങളുടെ അടുത്ത് അവഗണന കാണിച്ചു വന്ന് 100 ഇരട്ടി നിങ്ങൾ അവഗണിച്ച് ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞിരിക്കാൻ വയ്യാത്ത. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരവും കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. അവഗണിക്കുന്നവരെ എന്തോ ചെയ്യണം? ഇരട്ടിയായിട്ട് അവഗണിക്കുക.
വയ്ക്കുക. അവഗണനയ്ക്കുന്നവരുടെ പുറകെ പോകേണ്ടുന്ന കാര്യമില്ല. ആരെങ്ങനെ അങ്ങോട്ട് തന്നെ തിരിച്ചു, അത് മതി. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാനിതാണ് പറയാൻ ആഗ്രഹിച്ച വിഷയം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഇടണം. ഒക്കെ തരുന്ന പ്രോത്സാഹനത്തിനെല്ലാം നന്ദി. അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.